ഹലോ, ഞാൻ പാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടൈം ക്യാപ്സ്യൂലാണ് കേട്ടോ. ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ട് കുറേ കാലത്തിന് ശേഷം വേറെ ആർക്കെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ടൈം ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ടൈം ക്യാപ്സ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കാർഡ്ബോർഡ് ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് ബോക്സിന് നിർബന്ധമായിട്ട് വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈവൻ നമുക്കൊരു ബോട്ടിലാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ലേസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏത് ഷോപ്പിൽ നിന്നും കിട്ടുന്നതാണ്, കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലേസ് ഇതിൽ ഒട്ടിക്കാൻ എളുപ്പത്തിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. തുണികളിലൊക്കെ മുത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്ലൂ ടൈപ്പ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അടുത്ത് വേണ്ടത് നമുക്ക് ഒരു പഴയ സ്റ്റോറി ബുക്കിൽ നിന്ന് വല്ലതും കീറിയെടുത്തിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അതും ഒരു വിൻറ്റേജ് ടൈപ്പായിട്ടുള്ള ഒരു കളർ പേപ്പറാണ് കേട്ടോ. ഒരു യെല്ലോയിഷ് ഷെയ്ഡുള്ള ഒരു പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ ആ ഒരു എഴുതിയിട്ടുള്ള പോർഷനിൽ വെച്ചിട്ട് ഞാൻ ഒരു സൈഡ് വെട്ടിക്കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ താഴെയും വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ ബോക്സിൻ്റെ 2 കോർണേഴ്സിലുമായിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അതിനുശേഷം ഞാൻ മറ്റേ സൈഡ്, മൂന്നാമത്തെ ഒരു സൈഡ് ഞാൻ കൈ വെച്ച് തന്നെ കീറി കൊടുക്കാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നത് ഫെവി സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഗ്ലൂ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പാടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ എടുക്കുന്നത് ഒരു കോമ്പസിറ്റ് പെൻസിൽ വെച്ചിട്ട് ഒരു സർക്കിൾ ഞാൻ ഫോം ചെയ്യുകയാണ്, ഒരു വരയ്ക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പകുതി ആ സർക്കിളിൻ്റെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ബോക്സിൻ്റെ ഒരു സൈഡിലായിട്ട് എവിടെയെങ്കിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കാറ് കേട്ടോ. അതും ഫെവിസ്റ്റിക്ക് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചായപ്പൊടിയിലൊക്കെ മുക്കി എടുത്തിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പെൻസിലും സ്കെയിലും വെച്ചിട്ട് കുറച്ച് ലൈൻസൊക്കെ വരച്ചിടുന്നുണ്ട്. അത് ടൈം ക്യാപ്സ്യൂളൊന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റാമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാലിഗ്രഫി മോഡലിൽ ഞാൻ ടൈം ക്യാപ്സ്യൂളൊന്ന് എഴുതുകയാണ് കേട്ടോ. സോ ഞാനിവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈൻസൊക്കെ ഞാൻ മായ്ച്ച് കഴിഞ്ഞിട്ട് കൈ വെച്ച് തന്നെ ഞാൻ ടൈം ക്യാപ്സ്യൂളിൻ്റെ സൈഡിൽ കൂടെ കൈ വെച്ച് തന്നെ ഞാൻ പേപ്പർ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചാണ് കേട്ടോ കീറി കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ക്യാൻഡിലും ഒരു തീപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൻ്റെ സൈഡ് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. പഴയ കാലത്ത് ആ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വിൻറ്റേജിൻ്റെ ഒരു പോളറോയിഡ് പിക്ചറും ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോക്സിൻ്റെ മേളിലുള്ള പോർഷൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. പേപ്പറിൽ ഞാൻ വാഷി ടേപ്പൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ്
ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ എഴുതുന്ന കാര്യങ്ങളൊന്നും അന്ന് ഏതായാലും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ അന്ന് വായിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ രസകരമായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ ലെറ്റർ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു എൻവലപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാൻ സീൽ ചെയ്യാറുണ്ട്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സീൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഞാൻ ഫസ്റ്റ് ബേബീസ് ബ്രത്ത് ഒന്ന് ഒരു കുഞ്ഞു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഗ്ലൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ചെറിയൊരു മിനി ബോട്ടിലുണ്ടല്ലോ, അത് നമ്മൾക്ക് ഇതിൻ്റെ മേളിലൊന്ന് വെക്കാം. അപ്പോൾ ഇത് ഉണക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പോസ്റ്റിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള വേറൊരു പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് സെൻറ്ററിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ബോർഡറൊക്കെ വരച്ചു കൊടുത്ത് അത് ഞാൻ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് ഈ ഒരു പേപ്പറിൽ എഴുതുന്നത്. അപ്പോൾ ഏതായാലും ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരക്ടർ എല്ലാം നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ആ ഒരു തോട്ടിൽ നമ്മുടെ പഴയ കാലത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത് ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാൻ ഒരു ഗ്രേ കളർ വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബോർഡേഴ്സിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ എഴുതുന്നത് ഇന്നത്തെ ദിവസത്തിലെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. ഡയറി എൻട്രിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള എല്ലാ സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ എഴുതുന്നത്. അപ്പോൾ ഡയറി എൻട്രി ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷി ടേപ്പിൽ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു ടിക്കറ്റ്, അതേപോലെ പോസ്റ്റൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഉണ്ടായിരുന്ന ഒരു സാധനം ഒരു വാഷി ടേപ്പാണ്. അത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു വാഷി ടേപ്പ് ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ബ്രൗൺ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഞാൻ എഴുതാൻ പോകുന്നത് ഫേവറേറ്റ് ആൻഡ് ഗോൾസ് ലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴുള്ള നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളും പാട്ട്, മൂവി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് അതേപോലെ തന്നെ ഗോൾസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ഞാൻ റെഡ് പെൻ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ബ്രൗൺ പേപ്പറിൻ്റെ ഒരു കട്ടിങ് ആണ് കേട്ടോ. അതിൽ ഞാൻ വാട്ട്സ് ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വെച്ചിട്ട് ആണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററാണ് ഞാൻ ഇതിൽ എഴുതുന്നത്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പഴയ വിൻറ്റേജിൻ്റെ ഒരു വാഷി ടേപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോക്സ് നമുക്ക് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പേപ്പേഴ്സ്, ലെറ്റേഴ്സ്, ഡയറി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഈ വർഷത്തെ കോയിൻസും റുപ്പീസും ആണ് കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ എൻ്റെ കീ ചെയിനായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഈഫിൾ ടവർ ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഈ
സെയിം ആയിട്ടുള്ള ഒരു റിങ് ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് സീഷെൽസും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ പഴയ ഒരു വാച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്ത് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് പി വെച്ചിട്ടുള്ള ലെറ്ററാണല്ലോ, അപ്പോൾ പി എന്ന് പറയുന്ന ഒരു ലെറ്റർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ 7th പഠിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ പൈൻ്റെ പൂക്കളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാലിഗ്രഫി മോഡലിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഞാൻ വെച്ചു. പിന്നെ കുറച്ച് ക്ലിപ്സ്, ചെറിയ മിനി ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ, എൻ്റെ ഡ്രീം ബൈക്കായിട്ടുള്ള ഫോട്ടോസ്, പിന്നെ ഒരു വിൻറ്റേജ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇന്നത്തെ ഡേറ്റ് ഞാൻ എഴുതിയിട്ടാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ആണ്. അപ്പോൾ ഇതൊരു ഡ്രൈഡ് ആയിട്ടുള്ള ഒരു റോസാണ് കേട്ടോ, ഒരു യെല്ലോ കളർ റോസാണ്. അത് ഞാൻ അതിൻ്റെ അറ്റത്ത് ഞാൻ വെട്ടിക്കൊടുത്തിട്ട് ഞാൻ അകത്തെടുത്ത് വയ്ക്കുകയാണ്. അതേപോലെ തന്നെ ഒരു റെഡ് കളർ റോസ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ബേബീസ് ബ്രത്ത് എന്ന് പറയുന്നത്, അതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ചധികം എടുത്ത് വയ്ക്കുന്നുണ്ട്, കാരണം എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബോക്സിൻ്റെ അകത്ത് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ആരും തുറന്ന് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബോക്സ് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ, കെട്ടി വയ്ക്കുന്നുണ്ട്. ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ കെട്ടി വെച്ചതിന് ശേഷം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സീൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു റിബൺ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ജോയിൻ ചെയ്ത സ്ഥലത്ത് ഞാൻ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടൈം ക്യാപ്സ്യൂൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 വർഷത്തിന് ശേഷമേ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതും ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.